മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങളിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നത് പ്രവാസികളെ ആശങ്കയിലാക്കുന്നു. സൗദി അറേബ്യ, കുവൈറ്റ്, UAE എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഖത്തറും സ്വദേശിവൽക്കരണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. സ്വകാര്യ മേഖലയിലെ ജോലികളിലാണ് സ്വദേശിവൽക്കരണം ഖത്തർ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാൻ ഖത്തർ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കരട് നിയമത്തിന് ഇന്നലെ ഖത്തർ മന്ത്രിസഭ അംഗീകാരം നൽകി. തുടർ നടപടികൾക്കായി ഷൂറ കൗൺസിലിന് കൈമാറുകയും ചെയ്തു. വിശദമായ പഠനം നടത്തിയ ശേഷം ഏതൊക്കെ മേഖലയിൽ എത്ര അളവിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഷൂറ കൗൺസിൽ തീരുമാനിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സ്വദേശികളെക്കാൾ ഇരട്ടിയിലധികം വിദേശികളുള്ള രാജ്യമാണ് ഖത്തർ. 27 ലക്ഷത്തോളമാണ് ഖത്തറിലെ ജനസംഖ്യ. ഇതിൽ 20 ലക്ഷത്തിൽ അധികവും വിദേശികളാണ്. വിദേശികളിൽ കൂടുതലും ഇന്ത്യക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ സ്വകാര്യ മേഖലയിലെ ജോലികളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യക്കാരെ തന്നെയായിരിക്കും. ഏതൊക്കെ മേഖലകളിലാണ് വിദേശികൾ ജോലി ചെയ്യുന്നത്, ഏതൊക്കെ മേഖലകളിൽ സ്വദേശികൾക്ക് ജോലി നൽകാൻ സാധിക്കും, ശമ്പളം, ജോലിയുടെ സ്വഭാവം, അതിനുവേണ്ട യോഗ്യതകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും വിശദമായി പഠിച്ച ശേഷമാകും അന്തിമ തീരുമാനം ഖത്തർ ഭരണകൂടം എടുക്കുക. ഖത്തർ ഭരണകൂടത്തിന് പങ്കാളിത്തമുള്ള സ്വകാര്യ കമ്പനികളിലെ സാഹചര്യവും പഠന വിധേയമാക്കും. സൗദി അറേബ്യ ഏറെക്കാലം മുമ്പേ തന്നെ സ്വദേശിവൽക്കരണം നടപ്പാക്കിയിട്ടുണ്ട്. കുവൈറ്റ്, UAE തുടങ്ങിയ മറ്റ് GCC രാജ്യങ്ങളും സ്വദേശിവൽക്കരണം ശക്തമായി നടപ്പാക്കി വരികയാണ്. തങ്ങളുടെ പൗരന്മാർക്ക് ജോലി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ രാജ്യങ്ങളും നടപടികൾ സ്വീകരിക്കുന്നത്. ഇതാകട്ടെ സ്വാഭാവികമായും വിദേശികൾക്ക് തൊഴിൽ സാധ്യതകൾ കുറയ്ക്കും. UAE-യിൽ സ്വദേശികൾക്ക് ജോലി ഉറപ്പാക്കാൻ നാഫിസ് എന്ന കൗൺസിൽ രൂപീകരിച്ചിരുന്നു. സ്വദേശികളെ ജോലി കണ്ടെത്താൻ സഹായിക്കുക, വിവിധ ജോലികൾ ചെയ്യാൻ പരിശീലിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഈ കൗൺസിൽ രൂപീകരിച്ചത്. നാഫിസ് നിലവിൽ വന്ന ശേഷം സ്വദേശിവൽക്കരണത്തിന് വേഗത കൂടിയെന്നാണ് UAE ഭരണകൂടത്തിൻ്റെ വിലയിരുത്തൽ. UAE-യിലെ സ്വകാര്യ മേഖലയിൽ 82,000-ഓളം സ്വദേശികൾക്കാണ് ജോലി ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പകുതിയിലധികവും നാഫിസ് വഴിയാണ് ജോലി നേടിയത്. വരും വർഷങ്ങളിലും സ്വദേശിവൽക്കരണം ശക്തമാക്കാനാണ് UAE-യുടെ തീരുമാനം. സ്വദേശികളെ ജോലിക്കെടുക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് ഭരണകൂടം ചില ഇളവുകളും അനുവദിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.